പെൺകുട്ടികളുടെ ഒരു ദിനം കൂടി കടന്നു പോവുകയാണ്. പകലിനും രാത്രിക്കുമിടയിലേക്ക് സായാഹ്നം തന്റെ വരവറിയിച്ചു. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 200 മീറ്റർ ഓട്ട മത്സരം. വെടിയൊച്ച മുഴങ്ങി. പൊതിഞ്ഞുവെച്ച കൊച്ചുകിനാക്കളെ എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കുതിച്ചു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എതിരാളികളെ ഏറെ പിന്നിലാക്കി അവൾ കുതിച്ചു വന്നു. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിലുള്ള വെള്ളവരയ്ക്കിപ്പുറം അവൾ അടിവയറ് പൊതിഞ്ഞു പിടിച്ച് വീണെന്നു പിടഞ്ഞു. 2 നിമിഷങ്ങൾക്കിപ്പുറം അവളെ പൊതിഞ്ഞു പിടിച്ച വിജയക്കാറ്റ് അവളെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർത്തി. ആ നിമിഷം ക്യാമറ കണ്ണുകൾ അവൾക്ക് നേരെയായി. കണ്ണു നിറഞ്ഞൊഴുകുമ്പോഴും ഉടൽ വേദനിച്ചപ്പോഴും ദേവനന്ദ പുഞ്ചിരിച്ചു. അവൾ ഇന്നോളം മുഖത്തണിഞ്ഞ ഏറ്റവും സുന്ദരമായ പുഞ്ചിരി. ഒരുപാട് സന്തോഷം. മര്യാദ ചെയ്യുന്ന ഒരു വാക്ക് പോലും ചെയ്തിട്ടില്ല. ഒരു ജോഗോ ഡ്രിൽസോ ഒന്നും ചെയ്തില്ല. അവിടെ പറഞ്ഞു സംഭവിക്കണം എന്ന് സംഭവിക്കട്ടെ, ബ്ലോക്ക് കയറാൻ ഓടുക, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പെയ്തിറങ്ങുന്ന മഴ പോലെ സംഘർഷഭരിതമായിരുന്നു അവളുടെ മനസ്സും. സ്വപ്നങ്ങൾക്കൊപ്പം കുതിക്കാൻ ശരീരം വിസമ്മതം കാട്ടി. ഫൈനൽ മത്സരത്തിന് ഒരു ദിനം മാത്രം ബാക്കിയുള്ളപ്പോൾ ട്രാക്കിലിറങ്ങുന്നത് ശരീരത്തിന് അപകടമാകുമെന്ന് ഡോക്ടർമാർ ആവർത്തിച്ചു പറഞ്ഞു. തോരാതെ പെയ്ത മഴ അവൾക്കുള്ളിലെ അഗ്നിയെ വരിഞ്ഞു മുറുക്കി. പക്ഷേ ദേവനന്ദ ഭയന്നില്ല. ഉള്ളിൽ ബാക്കി നിന്ന ഇത്തിരി കനലിനെ ഊതിപ്പെരുപ്പിച്ചു. ആളുന്നൊരു അഗ്നിനാളമാക്കി മാറ്റി. ഭയത്തിനും ആശങ്കയ്ക്കും മേൽ അമ്മയും പരിശീലകനും തണലായി മാറി. ഇരട്ട സ്വർണം എന്ന നേട്ടത്തിനുമപ്പുറം അവൾ കായിക കേരളത്തിന് നെറുകയിൽ പതിഞ്ഞൊരു പൊന്തൂവലായി. ഇല്ലായ്മകളിൽ നിന്ന് ഉയർത്തെണീറ്റവൾക്കായി പ്രിയപ്പെട്ട മന്ത്രിയപ്പൂപ്പൻ ഒരു വീടൊരുക്കും. അവളെ ചേർത്ത് പിടിക്കും. 2 സ്വർണ്ണ മെഡലാണ് വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീടിൻ്റെ അസൗകര്യം പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടവരോട് ഞാനാണ് അതിൻ്റെ ചെയർമാൻ, ഒരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. ഇനിയും ഒരു കൊച്ചുമോഹം ബാക്കിയുണ്ട്. ചുക്കിച്ചുളിഞ്ഞ കണ്ണുകളിൽ ആനന്ദം നിറച്ച കണ്ണീരുമായി നാട്ടിലൊരാൾ കാത്തിരിപ്പുണ്ട്. ആ ചുളിവ് വീണ കരങ്ങളിലേക്ക് ഇടനെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച ആ 2 മെഡലുകൾ അവൾക്ക് ചേർത്ത് വയ്ക്കണം. സ്പൈക്സ് ഒക്കെ വാങ്ങാൻ നല്ല പൈസ വേണോ? അതൊക്കെ അച്ഛമ്മ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി അച്ഛമ്മ 70 വയസ്സൊക്കെ ഉണ്ട്. എന്നിട്ടും അച്ഛമ്മ എനിക്ക് വേണ്ടി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഒരു വീട്ടിൽ. ഇന്നോളം അനുഭവിച്ച കഷ്ടപ്പാടുകളെ അത്രയും മറവിക്ക് വിട്ടുകൊടുത്ത് വേദനകളെ കടിച്ചമർത്തി ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്നത്തിലേക്ക് ഓടിയെടുത്ത ട്രാക്കാണിത്. ദേവനന്ദ നേടിയെടുത്ത മെഡലിന് മാറ്റൽപ്പം കൂടുമല്ലേ. അവളിനി അവളുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കട്ടെ. ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.